ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നത് ഉമ്മ അടുക്കളയിൽ നിന്ന് ചീര അരിയ വരുന്നത്. ഞാൻ അരിഞ്ഞ് തരണമെന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുത്തില്ലേ മോശമല്ലേ എന്ന് വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഒരുപാട് തുണി ഉണ്ടായിരുന്നു കഴുകാൻ. അങ്ങനെ ഞാനത് വാഷിംഗ് മെഷീനിനകത്തിട്ട് പിന്നെ നമുക്ക് റൂം ഒന്ന് ഒതുക്കണമായിരുന്നു. റൂമും ഒതുക്കി. ആ ടൈമിൽ എമിലും നല്ല ഉറക്കമായിരുന്നു കേട്ടോ. കുഞ്ഞ് ഉറങ്ങാൻ നേരത്ത് ഉടുപ്പിടത്തില്ല. അവന് ഭയങ്കര പാടാണ്. ഉടുപ്പിട്ടാൽ ഊരാനും പറ്റത്തില്ല, ഊരിയോട്ട് ഇടാനും പറ്റത്തില്ല. പിന്നെ നമ്മളെന്താ വെളിയിലോട്ട് വന്നതാണ് കുറച്ച് കാഴ്ചകളൊക്കെ കാണാമെന്നും പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ തോണ്ട ഈ ഒരു പ്ലാവ് നിറയെ ചക്ക ഇളിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചക്ക സീസണാണെന്ന് തോന്നുന്നു. ഒരുപാട് ഇതിനകത്ത് ചക്കയുണ്ട്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ അതാണ്ട് ഞാനിത് ഇന്നലെ ഓച്ചിറ പോയിട്ട് വന്നപ്പോൾ എമിലൂന് വാങ്ങിച്ച ബോളാണേ. അവനിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത് വല്യമ്മയുടെ റൂമിൽ ബെഡാണ് കേട്ടോ. ഞാൻ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തേ. ആൾ ഇതാണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇതാണ് ഞങ്ങളുടെ വല്യമ്മ കേട്ടോ. ആൾക്കൊരു പ്രത്യേകതയുണ്ട്. വല്യമ്മയുടെ കാര്യങ്ങളൊക്കെ കൂടുതലും ഞാൻ തന്നെ നോക്കുന്നത്. അന്നേരം ഈ രാത്രി ടൈമിൽ റൂമിൽ ഒരു 12 മണി വരെയെങ്കിലും ഞാൻ കാണും കേട്ടോ. ചില ടൈമിൽ എനിക്ക് റൂമിലോട്ട് പോകാൻ പറ്റാതെ ഞാനിപ്പോൾ കുഞ്ഞിനെ ഉറക്കി കിടക്കുമ്പോൾ ഞാനോട് അങ്ങ് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരു 3 മണി 4 മണി ആകുമ്പോഴത്തേക്ക് വല്യമ്മ വരും. എന്താ മോളെ എൻ്റെ റൂമിലോട്ട് വരാനെന്ന് ചോദിച്ച്. അതുകൊണ്ട് പിന്നെ ഞാൻ നേരത്തെ റൂമിൽ ചെന്നിട്ട് കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്തതിന് ശേഷം വെച്ച് മാത്രമേ ഞാനിപ്പോൾ കിടക്കത്തുള്ളൂ. ഫോട്ടോ എടുക്കാനൊന്നും സമ്മതിക്കത്തൊന്നുമില്ല. എന്നാലും ഞാൻ നിർബന്ധിച്ചൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞ് പിടിച്ചിരുത്തിയാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ പിള്ളേരെ രണ്ടുപേരെയും കൂടി കുറച്ച് നേരം ഒന്ന് അടുത്തിരുത്തിയ രംഗങ്ങളായി ഇത് കേട്ടോ. രണ്ടുപേരും കൂടി ഒരു തസ്ബിക്ക് കിടന്ന് അടിയിടുക. എമിലു കൊടുക്കാത്തത് കൊണ്ട് എമിലുവിൻ്റെ ഉടുപ്പിൽ കയറി ഇസ് പിടിക്കുമായിരുന്നേ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും അങ്ങ് സെറ്റായി. ആദ്യമേ ഇച്ചിരി അടിമഴക്കമൊക്കെ ആയിരുന്നു. പിന്നെ രണ്ടുപേരും ഉമ്മയൊക്കെ കൊടുത്ത് പ്രശ്നം സോൾവ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ടായപ്പോഴത്തേക്ക് ഹാദുവിൻ്റെ അടുത്തോട്ട് പോയി കേട്ടോ. പിന്നെ ഇന്നലെ അവർ വീട്ടിലോട്ട് വന്ന ടൈമിൽ എമിലും അവരുടെ പോകണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ രാവിലെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ. രാവിലത്തെ പോക്ക് നടന്നില്ല. പിന്നെ വൈകിട്ടായപ്പോഴത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി. കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വെച്ച് അവൻ്റെ ടാബിനകത്തിരുന്ന് കാർട്ടൂൺ കാണുമായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതും അങ്ങ് അവർ രണ്ടുപേരും അങ്ങ് മാറ്റി വെച്ചിട്ട് അവൻ്റെ ഈ വണ്ടിക്കകത്ത് കയറി ഇരുന്ന് കളിയായിരുന്നു. അതും അതെങ്ങനെയാണ് ഓടിച്ചുകൊണ്ട് പോകുന്നതെന്നൊക്കെ അവന് കാണിച്ചു കൊടുക്കുക. പിന്നെ രണ്ടുപേരും കൂടി അതിനകത്ത് കുറച്ച് നേരമൊക്കെ ഇരുന്ന് പിന്നെ ഞങ്ങൾ അവിടെ നിന്നെങ്കിൽ പോന്നായിരുന്നു. പിന്നെ നമുക്കുള്ള ജോലി എന്ന് പറയുന്നത് നോമ്പൂരിക്കുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണമായിരുന്നു. ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ജ്യൂസും അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ കൊച്ചു സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഡെയിലി എന്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ നടക്കുന്നെന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്